യമനിലെ ഹൂതി വിമതരുടെ സൈന്യത്തെ തങ്ങൾ ശിരച്ഛേദം ചെയ്യുമെന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ്. ഹമാസ് മുൻ മേധാവി ഇസ്മയിൽ ഹനിയെ വധിച്ചത് തങ്ങൾ തന്നെയാണെന്നും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് സ്ഥിരീകരിച്ചു. ടെഹ്റാൻ, ഗാസ, ലെബനൻ എന്നിവിടങ്ങളിൽ ചെയ്തതുപോലെ യമനിലും തങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുമെന്നും അദ്ദേഹം വെല്ലുവിളിച്ചു. കഴിഞ്ഞ ജൂലൈ മാസത്തിലാണ് ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെടുന്നത്. ആദ്യമായാണ് ഇക്കാര്യത്തിൽ ഇസ്രയേൽ തങ്ങളുടെ പങ്ക് വ്യക്തമാക്കുന്നത്. UAEയിൽ അടിസ്ഥാന സാധനങ്ങളുടെ വില വർധനവിന് നിയന്ത്രണം. അടുത്ത വർഷം മുതൽ അടിസ്ഥാന സാധനങ്ങളുടെ തുടർച്ചയായ 2 വില വർധനകൾക്കിടയിലുള്ള ഏറ്റവും കുറഞ്ഞ കാലയളവ് 6 മാസമായിരിക്കണമെന്നാണ് UAE സാമ്പത്തിക മന്ത്രാലയം പ്രഖ്യാപിച്ചത്. മുൻകൂർ അനുമതിയില്ലാതെ രാജ്യത്തെ ചില്ലറ വ്യാപാരികൾക്ക് പാചക എണ്ണ, മുട്ട, പാൽ ഉൽപ്പന്നങ്ങൾ എന്നിവയുൾപ്പെടെ 9 അടിസ്ഥാന ഉപഭോക്തൃ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാൻ കഴിയില്ലെന്നും മന്ത്രാലയം അറിയിച്ചു. അരി, പഞ്ചസാര, കോഴി, പയർവർഗ്ഗങ്ങൾ, റൊട്ടി, ഗോതമ്പ് എന്നിവയാണ് 6 മാസങ്ങൾക്കുള്ളിൽ വില വർദ്ധിപ്പിക്കാൻ പാടില്ലാത്ത മറ്റ് അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ. പുതുവത്സരാഘോഷം UAEയിൽ വിപുലമായ പരിപാടികൾ. ദുബായ് മെട്രോയും ട്രാമും 43 മണിക്കൂറിലധികം നിർത്താതെ പ്രവർത്തിക്കും. ആഘോഷവേളയിലെ തിരക്കൊഴിവാക്കാൻ വരുന്ന ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി 43 മണിക്കൂറിലധികം മെട്രോയും ട്രാമും നിർത്താതെ പ്രവർത്തിക്കുമെന്നാണ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി വൃത്തങ്ങൾ അറിയിച്ചത്. വരുന്ന ചൊവ്വാഴ്ച രാവിലെ 5 മുതൽ ജനുവരി 1 അവസാനം വരെ ആയിരിക്കും ദുബായ് മെട്രോ സർവീസ് നടത്തുന്നത്. ദുബായ് ട്രാം ഡിസംബർ 31 രാവിലെ 6 മുതൽ ജനുവരി 2 പുലർച്ചെ 1 വരെ പ്രവർത്തിക്കും. തെക്കുകിഴക്കൻ ന്യൂനമർദ്ദം UAEയിൽ വരുന്ന ശനിയാഴ്ച വരെ മഴയ്ക്ക് സാധ്യത. പ്രത്യേകിച്ച് രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിൽ വരുന്ന ശനിയാഴ്ച വരെയാണ് മഴ പ്രതീക്ഷിക്കുന്നത്. ആകാശം മേഘാവൃതമായിരിക്കും. UAEയിൽ ശൈത്യകാലം മാർച്ച് പകുതിയോടെ അവസാനിക്കുമെന്നാണ് നിഗമനം. കുവൈത്തിൽ വിദേശികളുടെ ബയോമെട്രിക് രേഖപ്പെടുത്താനുള്ള സമയപരിധി ഈ മാസം 31 അവസാനിക്കും. അതിനകം ബയോമെട്രിക് രേഖപ്പെടുത്തി രജിസ്റ്റർ ചെയ്യാത്തവരുടെ ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ ഉണ്ടാകും. ഇത്തരക്കാർക്ക് വരുന്ന ജനുവരി മുതൽ സർക്കാർ സേവനങ്ങൾ ലഭിക്കില്ലെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ആലുവ നിവാസികളുടെ UAEയിലെ കൂട്ടായ്മയായ അരോമയുടെ റാസൽ ഖൈമ എമിറേറ്റ്സിലെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. നവാസ് ഇലഞ്ഞിക്കായാണ് പ്രസിഡന്റ്. മുഹമ്മദ് അബ്ദുൾ റസാഖിനെ ജനറൽ സെക്രട്ടറിയായും ജിജി ആന്റി ജോസിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. മുഹമ്മദ് ഷഫീഖ് വൈസ് പ്രസിഡന്റ്, ഇഷാദ് അബ്ദു സെക്രട്ടറി, അനൂപ് എളമന, സനു ഖാൻ, മുഹമ്മദ് സക്കീർ എന്നിവർ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമാണ്. അറേബ്യൻ ഗൾഫ് കപ്പ് ഇന്ന് UAE കുവൈത്തുമായും ഒമാൻ ഖത്തറുമായും ഏറ്റുമുട്ടും. വൈകുന്നേരം 6:25 ഒമാൻ ഖത്തർ മത്സരം. രാത്രി 9:30 UAE കുവൈത്തുമായും ഏറ്റുമുട്ടും. പോയിന്റ് പട്ടികയിൽ ഗ്രൂപ്പ് എയിലെ ഈ എല്ലാ ടീമുകളും ഓരോ പോയിന്റ് വീതം നേടി ഒപ്പത്തിനൊപ്പമാണ്. ഗ്രൂപ്പ് ബിയിൽ 3 വീതം പോയിന്റ് നേടി ബഹ്റൈനും ഇറാഖുമാണ് മുൻനിരയിൽ.